കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോണത് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുത്ത കാലത്ത് നടന്ന ഒരു എക്സാമിൻ്റെയാണ്. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെല്ലാവരും ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് എന്തായാലും പഠിക്കണം. ഇത് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a1/a എന്നിവയുടെ ശരാശരി m ആണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ a² 1/a² എന്നിവയുടെ ശരാശരി ഏതാണ്? ശരാശരി എങ്ങനെ കാണാം? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത്. അപ്പോൾ a+1/a/2 എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? m ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്ന് നമുക്ക് a+1/a എന്താണെന്ന് എഴുതാം? 2m ആണെന്ന് എഴുതാം അല്ലെ. ഇനി നമുക്ക് അറിയേണ്ടത് a² + 1/a² ആണ് കാണേണ്ടത് അല്ലെ. അതിനെ a² + 1/a² ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? a+b² എന്നുള്ള ഫോമാണ്. അപ്പൊ ഇവിടെയും സ്ക്വയർ ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്? a² + b² സ്ഥാനത്ത് എന്ത് വരും? 1/a² + 2ab 2 × a × 1/a. അപ്പൊ a ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 2 മാത്രമാവും. ഈക്വൽ ടു എന്ത് വരും? 2m² എന്ന് പറയുന്നത് എന്താണ്? 4m² ആണ്. അതായത് a² + 1/a² എന്ന് പറയുന്നത് എന്ത് വരും? 4m² - 2 എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് 4m² - 2/2. അപ്പൊ 2 ഇതിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താവും? 2 × m² - 1/2. ആ 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഏതാണ് ആൻസർ? അതായത് 2 × 2m², 4m² അല്ലേ. അപ്പൊ 2 × 2m² - 1/2. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ 2m² - 1 ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു അരി സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 കിലോഗ്രാം ആണ്. തിടുക്കത്തിൽ 50.5 കിലോഗ്രാം തൂക്കം വന്നു. പിശക് ശതമാനം എന്താണ്? അതായത് 0.5 ആണ് കൂടുതലുള്ളത് അല്ലേ. 0.5 എത്രയിലാണ് കൂടുതലുള്ളത്? 50 കിലോഗ്രാമിലാണ് കൂടുതലുള്ളത്. അതിന്റെ ശതമാനം എന്ന് പറഞ്ഞാൽ × 100. അപ്പൊ 0.5 എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ആണെന്ന്. അപ്പൊ 1/2/50 എന്ന് പറഞ്ഞു 2 × 50 100ആയി. × 100 എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ 1% എന്നുള്ളതാണ് ആൻസർ വരിക. അതായത് 50ന്റെ 1% ഈ 0.5 എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഈ ആൻസർ എന്ന് നമ്മൾ ഉണ്ടാക്കിയാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു പ്രിന്റർ ഒരു പുസ്തകത്തിന്റെ പേജുകൾ 1 ആരംഭിക്കുകയും 3189 അക്കങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എങ്കിൽ പുസ്തകത്തിന് എത്ര പേജുകളുണ്ട്? ഇതില് അവര് എന്താണ് പറയണത്? ഒരു പുസ്തകത്തിന് അതായത് 1 തൊട്ടുള്ള പേജുകളാണ് പറയുന്നത്. പക്ഷെ എത്ര അക്കങ്ങളാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ, അതായത് അക്കങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 തൊട്ട് 10 വരെയുള്ള പേജില് 1 തൊട്ട് 9 വരെയുള്ള പേജില് എത്ര അക്കങ്ങളുണ്ട്? 9 അക്കങ്ങളാണ് ഉള്ളത്. ഇനി 10 തൊട്ട് 99 വരെയുള്ളതില് എത്ര അക്കങ്ങളുണ്ട്? 90 എണ്ണാണ് ഉള്ളത്. അത് 2 അക്കം വീതം. 2 × 90. ഇതിൽ ഒരക്കം മാത്രമേ ഉള്ളൂ. അതാണ് 1 × 9. ഇനി 100 തൊട്ട് 999 വരെയുള്ളത് എത്ര അക്കങ്ങളുണ്ട്? 3 അക്കങ്ങൾ വീതം. എത്ര എണ്ണത്തിലുണ്ട്? 900 എണ്ണത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി എത്ര വരും? 9 വരും. പിന്നെ 180 വരും. പിന്നെന്താ വരിക? 180 പിന്നെ 3 × 9 27. അപ്പൊ 2700 വരും. അപ്പൊ എന്ത് വരും? 9 8 8 2 2889 അക്കങ്ങൾ ഇപ്പൊ ഏത് വരെയായി? 999 വരെയായി. ഇനി എത്ര അക്കങ്ങൾ ബാക്കിയുണ്ട്? ആകെ 3189 അക്കങ്ങളാണ്. അപ്പൊ അതൊന്ന് മൈനസ് ചെയ്യാം. 3189 - 2889. അപ്പൊ എത്ര വരും? 300. ഈ 300 അക്കങ്ങൾ ഇനി എത്ര പേജിലാണ് വരിക? അതായത് 100-ല് 100 അല്ല 1000 അല്ലെ. 999 കഴിഞ്ഞാൽ ഇനി 1000. 1000-ൽ 4 അക്കം വരും. 1001-ല് 4 അക്കം വരും. അങ്ങനെ എത്ര 4 അക്കം വരും? 300 / 4.
അതായത് 7 4 28, 20 5, 75 പേജുകൾ വരും അല്ലെ. 75 പേജും ഇവിടെ എത്ര പേജ് ഉണ്ട്? അതായത് ഇവിടെ വന്നത് 1 തൊട്ട് 9 വരെയായി. 1000 കഴിഞ്ഞ് എത്ര എണ്ണം ഉണ്ട്? ഇപ്പോ 999 വരെയായി. അത് കഴിഞ്ഞ 75 എണ്ണം കൂടി ഉണ്ടാവും. അപ്പൊ 999ഉം 75ഉം അപ്പൊ എത്രയാണ്? 1074 വരിക. 1074 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. KEDGY എന്നത് EKDYG ആയി കോഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ലൈറ്റ് എങ്ങനെ കോഡ് ചെയ്യപ്പെടും? അതായത് ഇവിടെ എന്താ ചെയ്ത്, E ആദ്യം എഴുതി, പിന്നെ K എഴുതി. അപ്പൊ ഇതേപോലെ I ആദ്യം എഴുതുക, L എഴുതുക, പിന്നെ എന്താ ചെയ്തേക്കണേ? DYG. അപ്പൊ അതേപോലെ GTH. അപ്പൊ ഏതാണ് ആൻസർ? B എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2/1001 പ്ലസ് 2/999 ബൈ 2/1000 മൈനസ് 2/998. ഇതിൽ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാ അതിന്റെ മൂല്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് 2/998 ഇൻറ്റു 2/3 ഏതെന്ന് പറയുന്നത്? 2/1001. അതായത് AM ഇൻറ്റു AN ഈക്വൽ ടു AM+N ആണ്. അപ്പൊ ആ ഒരു വാക്യത്തിലാണ് നമ്മൾ ചെയ്ത 998ഉം 3ഉം. അങ്ങനെ ഞാൻ മാറ്റി എഴുതി. പിന്നെ എന്താ ചെയ്ത? 2/998 ഇൻറ്റു 2/1 ബൈ 2/998 ഇൻറ്റു 2/2 മൈനസ് 2/998 അല്ലെ. ഇനി ഈ 2/998 ഞാൻ പുറത്തേക്ക് എടുത്തു. 2/998 ഇൻറ്റു, അപ്പൊ ബാക്കി എന്ത് വരും? 2 ക്യൂബ് പ്ലസ് 2/1 അല്ലെ. 2 ക്യൂബ് പ്ലസ് 2/1 ബൈ 2/998 ഇൻറ്റു 2/2 മൈനസ് 1 അല്ലെ. ഇത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഇൻറ്റു 1 ഉള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കിയുള്ളത് എന്താണ്? 2/3 എന്ന് പറഞ്ഞാൽ 8, 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 10 ബൈ പിന്നെന്താണ്? 2/2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3, 10/3. അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പൊ ഇവയെ ഒന്നുമല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A⁻x equal to B, B⁻y equal to C, C⁻z equal to A എന്നിവയാണെങ്കിൽ XYZന്റെ മൂല്യം ഡാഷ് ആണ്. അതായത് ഇവര് തന്നിരിക്കുന്നത് A⁻x equal to B ആണ് അല്ലെ. ഈ എക്ക് പകരം ഞാൻ എന്തെഴുതി? ഇവിടത്തെ C⁻z എഴുതി. അപ്പൊ ഇവിടെ C⁻z x ഈക്വൽ ടു B എന്നായി അല്ലെ. ഇനി ഇവിടെ എന്താണ്? സിക്ക് പകരം എന്തെഴുതാം? B⁻y എന്ന് എഴുതാം. അപ്പൊ B⁻y⁻z⁻x ഈക്വൽ ടു B. അതായത് A⁻m എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m ഇൻറ്റു n ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? B⁻y ഇൻറ്റു z ഇൻറ്റു x. അതിന് പകരം XYZ എന്ന് എഴുതാം അല്ലെ. XYZ ഈക്വൽ ടു B ആണ്. B എന്ന് പറയുന്നത് എന്താണ്? B⁻1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് B⁻XYZ ഈക്വൽ ടു B⁻1 ആണ് വെച്ചെങ്കിൽ XYZ എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ ആൻസർ എന്താണ്? 1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാകും. അപ്പോൾ ലാഭത്തിന്റെ ശതമാനം, അതായത് 100 എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ്? വാങ്ങിയ വില വിറ്റ വില അല്ലെ.
അപ്പം വാങ്ങിയ വിലയും വിറ്റ വിലയും. അപ്പം വാങ്ങിയ വിലയ്ക്ക് നമ്മൾ CP എന്ന് എഴുതാം, വിറ്റ വിലയ്ക്ക് എന്താ എഴുതാം, SP എന്നാണ് എഴുതേണ്ടത്. അപ്പൊ CP എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കും. അപ്പൊ SP എന്താവും, 100 + P ആണ് അല്ലെ. അപ്പൊ ഇതിനെ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × SP ആക്കി. അപ്പൊ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്, അത് അങ്ങനെ ആക്കിയപ്പോ എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 3 ഇരട്ടിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 3 ഇരട്ടിയാവും എന്ന് പറഞ്ഞാൽ എന്താണ്, 100 + 3P ആവും അല്ലെ, 3P ആവും. ഇത് എന്താണ് വരിക, 200 + 2P അല്ലെ, 100 + P × 2, അതായത് 200 + 2P = 100 + 3P. എന്തുകൊണ്ടാണ്, ലാഭം 3, വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 കൂടെ 3P കൂടി കൂട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്ന് P കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, 3P - 2P = 200 - 100, അതായത് 100. P എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇനി ലാഭശതമാനം, ലാഭം ബൈ വാങ്ങിയ വില × 100 അല്ലെ. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില, അതായത് CP × 100. അതായത് ഇവിടെ എന്താ വരിക, 100 / CP എത്രയാണ്, വാങ്ങിയ വില എത്രയാണ്, 100 ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയത്, × 100. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ 100 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ D എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം ഉരുക്കി വ്യാസത്തിന് തുല്യമായ അടിത്തറയുള്ള ഒരു കോൺ ഉണ്ടാക്കുന്നു. അപ്പോൾ കോണിന്റെ ഉയരം എത്ര? അതായത് നമുക്കറിയാം എന്താണ്, ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്, 4/3 πr³ അല്ലെ. ഇനി എന്താണ്, കോണാണ് ഉണ്ടാക്കേണ്ടത്. കോണിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്, 1/3 πr² h അല്ലെ. ഇനി 4/3 πr³ ഡിവൈഡഡ് ബൈ 1/3 πr² h = 1 എന്ന് എടുക്കുക. അപ്പൊ അതായത് നമുക്ക് ഇവിടുന്ന് ഏത് ക്യാൻസൽ ചെയ്ത് കളയാം, 3 ക്യാൻസൽ ചെയ്ത് കളയാം, പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. r² ഇവിടെ ഒരു 6 മാത്രം നിൽക്കും, ഈ r² വെട്ടിപ്പോയി. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് എഴുതാം, = അതായത് ഇത് = ഇതാണ് വെച്ചിങ്ങ h എന്ത് വരും, h = 4r എന്ന് വരും അല്ലെ. 6 ഇതിൽ തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ വ്യാസമാണെന്ന്. അപ്പൊ ആരം എത്രയാവും, 12/2, അതായത് 6 ആണ്. അപ്പൊ 4 × 6, അതായത് 24 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇതിന്റെ വ്യാപ്തങ്ങൾ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, അത്രയേ വേണ്ടൂ. അപ്പൊ അതിന്റെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം ഈ ഒരു വാക്യം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. 4/3 πr³ 1/3 πr² h ആണ് അതിന്റെ വ്യാപ്തങ്ങൾ എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. 150 മീറ്റർ നീളമുള്ള പാലം 15 സെക്കൻഡിനുള്ളിൽ കടന്നു പോകുന്നു. അപ്പോൾ മീറ്ററിൽ ട്രെയിനിന്റെ നീളം എത്ര? അതായത് ഇപ്പൊ ഇവിടെ 90 കിലോമീറ്റർ വേഗതയിലാണ് ഓടണത് അല്ലെ. 90 km/h ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മീറ്റർ/സെക്കൻഡ് ആക്കണം. അതിനെ എന്താ ചെയ്യാ, 90 × 5/18. അതായത് അപ്പൊ എത്ര വരെ, ഇവിടെ 5 വരും അല്ലെ. അപ്പൊ 25 എന്നുള്ളത് വരും. 25 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിന്റെ വേഗത. ഇനി എന്താ പറഞ്ഞേക്കണേ, 150 മീറ്റർ നീളമുള്ള പാലം 15 സെക്കൻഡിനുള്ളിൽ കടന്നു പോകുന്നു. അപ്പൊ സമയം തന്നിട്ടുണ്ട് 15 സെക്കൻഡ് ആണെന്ന്. അപ്പൊ എന്താണ്, വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് അല്ലെ. വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. അപ്പോ നമുക്ക് ദൂരം കാണുന്ന വെച്ചെങ്കിൽ എന്താ എഴുതണം,
സമയം ഇൻറ്റു വേഗത. അതായത് സമയം ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ 15 ഇൻറ്റു വേഗത എത്രയാണ് 25. 15 ഇൻറ്റു 25 എത്രയാണെന്ന് നോക്കൂ. 25 ഇൻറ്റു 15 375. 375 ആണ് ദൂരം. പക്ഷെ ട്രെയിനിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടി കൂട്ടിയതാണ് 375. അപ്പോ ട്രെയിനിന്റെ നീളം കേട്ടാൽ 375 150 പാലത്തിന്റെ നീളം മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 225 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ 50 ഒറ്റ സ്വാഭാവിക സംഖ്യകളുടെ ഗുണനത്തിലെ യൂണിറ്റിന്റെ അക്കം. ഒറ്റ സ്വാഭാവിക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 50 ഒറ്റ സ്വാഭാവിക സംഖ്യകളുടെ ഗുണനത്തിന്റെ യൂണിറ്റിന്റെ അക്കം. അതായത് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 അങ്ങനെ പോണു അല്ലെ. 50 എണ്ണത്തിന്റെ അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഒരു ഇൻറ്റു 5 എന്നുള്ളത് വരും അല്ലെ. ഇൻറ്റു 5 ഏതൊരു ഒറ്റ സംഖ്യ ഇൻറ്റു 5 പറഞ്ഞാലും നമ്മളുടെ യൂണിറ്റ് അക്കം എന്ത് വരും? അതായത് ഒന്നാം സ്ഥാനത്തെ അക്കം എന്ത് വരും? 5 എന്ന് വരും. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.